ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നും. ഒരു തേയില വെള്ളവും ഇച്ചിരി എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹം തോന്നുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നതും. അപ്പോൾ അതിന് 4 സവാള, മീഡിയം സൈസ് 4 സവാള, 2 കറിവേപ്പില, 2 പച്ചമുളക് ഇത്രയും എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിന് ശേഷം നമ്മൾ സവാള ഇതുപോലെ കനം കുറച്ച് വേണം സവാള അരിയേണ്ടത്. അത് നമ്മളിങ്ങനെ ചെറിയ സ്ലൈഡ്സായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ട് നല്ലതുപോലെ ഞെവടണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഞെവടണം. ഞെവടിയെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ നല്ലപോലെ അമർത്തി ഞെവടി കഴിയുമ്പോഴാണ് കുറച്ച് വെള്ളമൊക്കെ കാണും. ആ വെള്ളമെല്ലാം നമ്മൾ കളയണം. എനിക്കിപ്പോൾ അത്ര ഇതായിട്ട് വെള്ളം വന്നില്ല. നല്ലതുപോലെ ഞെവടി സോഫ്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇടണം. ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികളെന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് ഞാൻ 3 സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ 2 പൊടി ഉണ്ടെങ്കിൽ ഈ വട നന്നായിട്ട് വരുത്തോളൂ. അപ്പോൾ 3 സ്പൂൺ കടലമാവും 2.5 സ്പൂൺ മൈദയും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഈ ചെറിയ മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, പെരിഞ്ജീരകം ആണെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടിയോ, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ സവാളയ്ക്കകത്ത് ഞെവടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തത് നമ്മൾ അല്ലാത്ത കുറച്ച് ഉപ്പും കൂടെ വേണമെന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഉപ്പും കൂടി ഇടണം. എന്നിട്ട് ഇത് നല്ലതുപോലെ സോഫ്റ്റാക്കി ഇങ്ങനെ അയച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അങ്ങ് കുറുകി പോകുന്ന പരുവമാവരുത്, നല്ലതുപോലെ കുഴഞ്ഞിരിക്കണം. ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉള്ളിവട ഉണ്ടാക്കാം. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ഇത് നമ്മൾ സെറ്റാക്കി നമുക്ക് ഉള്ളിവട കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. പിന്നെ എനിക്ക് ഇത് പരന്ന ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരുന്നു ഇഷ്ടം. ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ചട്ടിയാണ് എടുത്തത്. അതിനകത്തോട്ട് നമ്മൾ കയ്യിലോട്ട് എടുത്ത് കുറച്ച് കനം കുറച്ചിട്ട് വേണം, എന്നുവെച്ചാൽ ഉള്ളു വേവാനായിട്ട്. ഈ ഒരു പരുവത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ പാത്രം ഇച്ചിരി പരന്നതാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് പരന്നല്ലാത്തത് കൊണ്ട് 4 എണ്ണം 5 എണ്ണമൊക്കെ വെച്ചാണ് ഞങ്ങൾ ഇട്ട് റെഡിയാക്കി എടുത്തത്. പിന്നെ നമ്മളൊരു ബ്രൗൺ പരുവം ആകുന്ന സമയത്ത് ഇത് നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് നമുക്കൊരു എണ്ണ ഊറ്റി താഴോട്ട് പോകുന്ന പാത്രം, ചീനിച്ചട്ടിയൊക്കെ കാണുമല്ലോ, ഇപ്പോൾ കാണിച്ചു തരാം. അതുപോലെ ഒരു പാത്രം നമ്മൾ എപ്പോഴും വീട്ടിൽ സ്റ്റോക്കാക്കി വെക്കണം. ഭയങ്കര ഉപകാരമാണ് ഇതുപോലൊരു പാത്രം. അങ്ങനെ നമ്മളെടുത്ത് അതിനകത്തോട്ട് വെക്കുക. പിന്നെ നമ്മൾ കഴിക്കുക. ഉള്ളിവട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എടുത്ത് കഴിക്കും. എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്കൊരു കടയിടാനാ. ചെത്തിലി ഉള്ളിവിടക്കകത്ത് ഇടങ്ങ് വരും. എങ്ങനെയുണ്ടെന്ന് പറ. ആ, ഇത്ര അറിഞ്ഞാൽ മതി. നാളെ കടയിട്ടാ വിജയിക്കുമോ? ആ, കച്ചവടം ചെയ്യണം. കാഷ്യറായിട്ടിരിക്കണം. കാഷ്യർ ലെവല് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? നീ പറ. ഞാനെന്താ പറയണ, ഞാൻ ഉണ്ടാക്കുന്ന സാധനം സൂപ്പറാ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഓക്കെ, ബൈ. എന്നാലും ബൈ പറ. ബൈ.